സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. നമ്മൾ എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നായികയാണ് ഭാവന. സഹനടിയെ എത്തിയ താരം പിന്നീട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി തിളങ്ങി. കഴിഞ്ഞ വർഷം ജനുവരി 22-നായിരുന്നു ഭാവനയുടെയും കന്നഡ നിർമ്മാതാവായ നവീന്റെയും വിവാഹം നടന്നത്. ആരാധകർ ആഘോഷമാക്കിയ വിവാഹത്തിന് ഇന്ന് 1 വർഷം പൂർത്തിയാവുകയാണ്. ആനിവേഴ്സറി ദിനത്തിൽ നവീനൊപ്പമുള്ള ചിത്രം ഭാവന പങ്കുവച്ചതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ നായികയാണ് ഭാവന. സഹനടിയെ എത്തി മുൻനിര സംവിധായകർക്കൊപ്പവും നായകന്മാർക്കൊപ്പവും ഭാവന പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിനു പുറമെ അന്യഭാഷകളിലാണ് ഭാവന അധികവും അഭിനയിച്ചിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലായി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഭാവന അഭിനയിച്ചു. കഴിഞ്ഞ വർഷം ജനുവരി 22-നാണ് ഭാവന വിവാഹിതയായത്. നിർമ്മാതാവ് നവീനും ഭാവനയും 5 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരാവുകയായിരുന്നു. മലയാള സിനിമ ആഘോഷിച്ച വിവാഹമായിരുന്നു താരത്തിൻ്റേത്. വിവാഹശേഷം കന്നഡ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നടി ഇപ്പോൾ. കന്നഡ സിനിമയായ റോമിയോയിൽ അഭിനയിക്കുന്നതിനിടെയാണ് നവീനും ഭാവനയും പരിചയപ്പെടുന്നത്. ആ സിനിമയുടെ നിർമ്മാതാവായിരുന്നു നവീൻ. ആ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടത്തിയത്. മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ തുടങ്ങിയവർ നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നു. ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 22-നായിരുന്നു ഭാവനയുടെ വിവാഹം. മെഹന്തി ചടങ്ങ് മുതൽ വിവാഹം വരെയുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരുന്നു. സിനിമാ ലോകം ഒന്നടങ്കം ഭാവനയെ അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു. മനോഹരമായ ആ യാത്ര തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടിരിക്കുകയാണിപ്പോൾ. ആരാധകരും സഹപ്രവർത്തകരുമായി നിരവധി പേരാണ് താരത്തിന് ആശംസകൾ നേർന്ന് എത്തിയിരിക്കുന്നത്. വിവാഹ വാർഷിക ദിനത്തിൽ വിവാഹ ചിത്രം പങ്കുവച്ച് ഭാവന തന്നെ നവീന ആശംസകൾ നേർന്നിട്ടുണ്ട്. 5 വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഭാവനയും നവീനും തമ്മിലുള്ള വിവാഹം നടന്നത്. ഭാവനയുടെ കുടുംബത്തിലെ അപ്രതീക്ഷിത വിയോഗം കാരണമാണ് ഇവരുടെ വിവാഹം നീണ്ടുപോയത്. സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ബന്ധമാണ് പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലും കലാശിച്ചത്. ഭാവന നായികയെത്തിയ റോമിയോ നിർമ്മിച്ചത് നവീനായിരുന്നു. ആ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ സിനിമയെക്കുറിച്ച് സംസാരിച്ചാണ് ഇരുവരും സുഹൃത്തുക്കളായി മാറിയത്. അടുത്ത സുഹൃത്തുക്കളായി മാറിയ ഇരുവരും തങ്ങളുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നതായി മനസ്സിലാക്കി. നവീൻ തന്നെയാണ് ആദ്യം ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരുന്നതെന്ന് ഭാവന വ്യക്തമാക്കിയിരുന്നു. ഇരുവരുടെയും കുടുംബാംഗങ്ങളും ഈ ബന്ധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ വിവാഹം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കർണാടക സ്വദേശിയായ നവീൻ കേരളത്തിന്റെ മരുമകനായി മാറി. വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. സിമ്പിൾ ആൻഡ് എലഗന്റ് ഭാവനയുടെ വിവാഹ വേഷത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ടെമ്പിൾ ജ്വല്ലറി ഡിസൈനിലുള്ള ആഭരണങ്ങളാണ് താരം തിരഞ്ഞെടുത്തത്. ആകെ 2 മാലകൾ മാത്രമാണ് താരം ധരിച്ചിരുന്നത്. ഗോൾഡൻ കളറിൽ പ്രത്യേക ഡിസൈനർ വർക്കുകൾ ചെയ്ത സാരിയായിരുന്നു വിവാഹ ദിവസം താരം ധരിച്ചത്. താരത്തിന്റെ ക്യൂട്ട് ലുക്കിനെ ഒന്നുകൂടി മനോഹരമാക്കിയ സാരി ഏറെ ശ്രദ്ധ നേടി. വട്ടത്തിൽ പിറകിലേക്ക് കെട്ടിവെച്ച മുടിയിൽ മുല്ലപ്പൂ വെച്ചായിരുന്നു ഭാവന എത്തിയത്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജുവായിരുന്നു താരത്തെ അണിയിച്ചൊരുക്കിയത്. പൃഥ്വിരാജ് ചിത്രമായ ആദം ജോൺ ആയിരുന്നു താരം അഭിനയിച്ച അവസാനത്തെ മലയാള ചിത്രം. ഇതിൽ പൃഥ്വിരാജിന്റെ സഹോദര ഭാര്യയായ ശ്വേത എന്ന കഥാപാത്രത്തെയാണ് ഭാവന അവതരിപ്പിച്ചത്. അല്പം നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെ മനോഹരമാക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു. ഈ സിനിമയ്ക്ക് ശേഷം മറ്റൊരു മലയാള ചിത്രവും താരം ഏറ്റെടുത്തിരുന്നില്ല. ഇപ്പോൾ കൈനിറയെ കന്നഡ ചിത്രങ്ങളാണ് താരത്തിനുള്ളത്. തമിഴിൽ സൂപ്പർ ഹിറ്റായി മാറിയ 96-ന്റെ കന്നഡ പതിപ്പിൽ നായികയായി ഭാവന ഉടൻ എത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.